നമസ്കാരം. കാലം മാറിപ്പോയി. ഞാൻ ആരും ഭയപ്പെടുത്താനോ ഇതൊന്നുമല്ല. ഇതൊരു അമ്മായച്ചനും മരുമകളായിട്ടുള്ള വേഴ്ചേൻ്റെ കഥയല്ല, സംഭവമാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആണിനെ എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് പെണ്ണ് നിൽക്കും. ചില പെണ്ണുങ്ങൾക്ക് ഈ കളീൻ്റെ സുഖം ജനിച്ചിട്ട് ഈ കാലം വരെ കിട്ടാത്ത പെണ്ണുങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിൽ ചെയ്യണതൊക്കെ പാപമാണ്. ഈ ലൈംഗിക ബന്ധം പാപമാണെന്നാണ് ക്രിസ്ത്യാനിറ്റിയിൽ പഠിപ്പിച്ചേക്കണം. ലൂയി 14 കാലത്താണ് തോന്നുന്നത് പോപ്പൊരു ഇതിറക്കി, പ്രത്യുൽപാദനത്തിലല്ലാണ്ട് ലൈംഗിക ബന്ധം പാടില്ലെന്ന്. പെണ്ണ് കെട്ടാത്ത പോപ്പിന് എന്തോ വിലക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 100 കളി കളിക്കുമ്പോഴാണ് ഒരു കുട്ടി ഉണ്ടാകാനുള്ള സമയവും സന്ദർഭമൊക്കെ ഒത്തുവരിക. അണ്ടവും ബീജവും യോജിക്കുക, ശരിയല്ലേ? അപ്പോൾ പോപ്പിന് അത്രേ കഥയുള്ളൂ. പിന്നെ പാപമാണ് എന്നൊക്കെ പറയും. പണ്ടത്തെ ക്രിസ്ത്യൻ സ്ത്രീകളെയൊക്കെ പറ്റിക്കായിരുന്നു. ഇപ്പോൾ ദൈവം തരുന്ന കൈ നീട്ടി മേടിക്കണം ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഓർഗാസുരതി മുറിച്ച് എന്താണ് പാപം, ബൈബിൾ കഥയാണോ അല്ലെങ്കിൽ ഉള്ളതാണോ എന്നൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇപ്പോൾ ക്രിസ്ത്യൻ സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ആ ഊടായ്പൊന്നും നടക്കൂല. ഇപ്പം സ്ത്രീകളെ തൃപ്തിപ്പെടുത്തുക തന്നെ വേണ്ടി വരും. കാരണം അവരും നമ്മളെപ്പോലെ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ആൾക്കാരാണ്, മനുഷ്യർ തന്നെ. ഇപ്പോൾ ഒരാണ് പെണ്ണിന് ലൈംഗിക തൃപ്തി കൊടുക്കണില്ല, അവൻ കളി കഴിഞ്ഞാണ്ട് പോയി, ഇവൾക്ക് പകുതി വഴിയില്ല, അവൾക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാവും, സഹിക്കല്ലാണ്ട് രക്ഷയില്ല. അപ്പം ചില പെണ്ണുങ്ങൾ കുളിമുറി പോയിട്ട് സ്വയംഭോഗം ചെയ്തൊക്കെ അത് കംപ്ലീറ്റ് ആക്കും. ചിലവർക്ക് അത് പറ്റൂല. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു അച്ഛൻ മകനെ പെണ്ണ് കെട്ടിച്ച് ഇവൻ വലിയ ആരോഗ്യവാനൊന്നുമല്ല, വലിയ ബുദ്ധിയുണ്ട്, കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ അറിയാം. അങ്ങനെ ഇവന് ഇവിടെയൊക്കെ പഠിച്ച് അത് കഴിഞ്ഞ് വിദേശത്താണ്. ഈ പെണ്ണാണെങ്കിലോ ഒരു പാവപ്പെട്ട വീട്ടിലത്തെയാണ്, പക്ഷേ അതിസുന്ദരിയാണ്. ഇവനേലും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു പെണ്ണ്. ഇവൻ സൗന്ദര്യം നോക്കിക്കൊണ്ടെന്നാണ്. പക്ഷെ ഒരൊറ്റ രാത്രി പോലെ ആ പെണ്ണിനെ കളിച്ച് സൂചിപ്പിക്കാൻ ഇവന് പറ്റിയിട്ടില്ല. ഇവനും ഒരു മിനിറ്റ് കൊണ്ട് വെടി പൊട്ടുമല്ല. വെടി പൊട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ അതിന് ഫോർപ്ലേ ഒക്കെ ചെയ്ത് കൊടുത്ത് അവരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കണം. ഇവനതിന് മെനക്കെടൂല. അപ്പം അച്ഛൻ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവർക്ക് തൃപ്തി ഉണ്ടായില്ലെന്നൊക്കെ മക്കളുടെ പെൺകുട്ടികളുടെ മുഖം കണ്ടാലൊക്കെ അറിയും സെക്ഷലായിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ. തള്ളക്കാണെങ്കിൽ വലിയ ഊരവേദന, അത് വേദന ഇത് വേദന, ഒരു പരിപാടി നടക്കില്ല. അച്ഛനാണെങ്കിൽ നല്ല ആരോഗ്യവാനാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് എക്സാം എഴുതാൻ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പം അച്ഛനല്ലാണ്ട് കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പം ഞാനീ പറഞ്ഞെന്താണെന്നറിയാം, ചില സ്ത്രീകൾ ഇങ്ങനെ സംതൃപ്തമല്ലാത്ത സെക്ഷൽ ലൈഫുള്ള സ്ത്രീകൾ സാഹചര്യം വന്നാൽ ചിലപ്പോൾ കിടന്നു കൊടുത്തു പോകും. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ്. അങ്ങനെ തിരുവനന്തപുരത്ത് പോയി ഇവർ റൂം എടുത്ത്, പിറ്റേ ദിവസം രാവിലെയാണ് എക്സാം. റൂമിൽ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവള് സാരിയാണ് കൊടുത്തേക്കണേ. ഈ തന്ത എന്ത് ചെയ്ത്, ഇവളുടെ സാരീൻ്റെ ഉള്ളിൽ കൂടി മെല്ലെ കൈ മേലേക്ക് തുടയമേലെത്തി, പിന്നെ അതിൻ്റെ മുകളിലെത്തി, ഷഡ്ഡിമേലെത്തി. ഇവളറിയുന്നുണ്ട്, ഇവള് പ്രതീക്ഷിച്ചാണ് കിടക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്ത ഇടയ്ക്ക് ഷോയൊക്കെ കാണിച്ചു കൊടുക്കുക. തന്തൻ്റെ സാധനമൊക്കെ പുറത്തിട്ടൊക്കെ ഇവളെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇവളുടെ അടിവസ്ത്രങ്ങളെടുത്ത് മണത്ത് നോക്കുക, അങ്ങനത്തെയൊക്കെ ഇവള് കണ്ടിട്ടുണ്ട്. തന്ത എന്തെങ്കിലും അറ്റംപ്റ്റ് നടത്തുമെന്ന് അവൾക്കറിയാം. ഏതായാലും ഷഡ്ഡിമേൽ ഒരു മഞ്ഞ കളറിലെ സാറ്റൻ ഷഡ്ഡിയാണ് അവളിട്ടാണ്. ആ ഷഡ്ഡിമേൽ കറക്റ്റ് ഈ സാധനത്തുമേൽ കൈ കൊണ്ടുവന്നപ്പോൾ തന്നെ അവൾ സാരിൻ്റെ പുറത്തു കൂടി കൈമ കയറി പിടിച്ച്, എന്താ അച്ചായി കാണിക്കണേ വെച്ച്. കിടക്കണ കണ്ടിട്ട് സഹിച്ചില്ല മോളെ. ഇത് തെറ്റല്ലേ, ആരെങ്കിലും അറിയില്ല എന്നൊക്കെ ചോദിച്ചു. ഒരു മനുഷ്യനെ അറിയില്ല, ഇത് തെറ്റുമല്ല, നിൻ്റെ സ്ഥിതിയൊക്കെ എനിക്കറിയും, എൻ്റെ മോനൊന്നും പറ്റില്ല, നിന്നെ ചെയ്തു തരണ്ടില്ല എന്നൊക്കെ എനിക്കറിയും, ആരും അറിയില്ല, നമുക്ക് രഹസ്യമായിട്ട് ഇത് സൂക്ഷിക്കാൻ പറഞ്ഞ് ഉള്ള ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് ബ്ലൗസ് അയച്ച് ബ്രേസിയർ അയച്ച് സാരിയും അടിപ്പാവട അയച്ച് സഡ്ഡി മാത്രമായിട്ട് ഇയാളിങ്ങനെ നോക്കിക്കാണ്. കാരണം ഇവിടെ സദ്യയൊക്കെ എടുത്ത് നോക്കുന്ന ആളാണ്. ആ സദ്യയിട്ട് ഈ പെണ്ണിനെ കാണുക. പിന്നെ ഇയാൾക്ക് പണി അറിയാം, കുറച്ച് പ്രായമുള്ള ആളല്ലേ. ആ സദ്യ വലിച്ചൂരി ഈ സാധനം നാക്കും കൊണ്ട് ആക്കി കൊടുക്കണം. സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഇയാൾക്ക് അറിയും. കുറേ നേരം അവളെ അങ്ങനെ ആക്കി കൊടുത്ത് ഭ്രാന്താക്കി. മോൻ്റെ സാധനത്തിൻ്റെ ഇരട്ടിയുണ്ട് അച്ഛൻ്റെ.
അതുകൊണ്ട് കയറ്റി അടിച്ചപ്പോൾ ഈ പെണ്ണിന് സത്യം പറഞ്ഞാൽ പെണ്ണിത് ആഗ്രഹിക്കണ്ടായിരുന്നു. ഭയം, ഒരു കുടുംബമല്ലേ, ഇനി ഒരു കല്യാണം കഴിച്ച പെണ്ണ് അങ്ങനെ പോകാൻ പാടില്ലെന്നുള്ള നമ്മുടെ സോഷ്യൽ സെറ്റപ്പ്, വികാരം അടക്കി നിൽക്കുകയായിരുന്നു. അതാണ് ഞാൻ പറയാം, സാഹചര്യം ഒത്തു വന്നാൽ ഇങ്ങനത്തെ സംഭവങ്ങളുള്ള സ്ത്രീകൾ, ലൈംഗിക തൃപ്തി ഇല്ലാത്ത സ്ത്രീകൾ 90% കിടന്നു കൊടുക്കും, കിടന്ന് കാല കത്തി കൊടുക്കും. ഒരു സംശയവും വേണ്ട. പേടി ഉണ്ടാവരുതായിരിക്കും, ഭയം ഉണ്ടാകാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കണം. മറ്റൊരാളെ അറിയില്ല എന്നറിഞ്ഞാൽ 100-90. പിന്നെ ദൈവത്തിനൊക്കെ കാണിച്ച് കോക്കാച്ചി കാണിച്ച് പേടിക്കണ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ ദൈവം ഉണ്ടാകുന്നൊക്കെയാണ് പെണ്ണുങ്ങളും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞത് എല്ലാവർക്കും ഉള്ള വാണിങ്ങാണ്. എങ്ങനെയെങ്കിലും നമ്മൾ കളിച്ച് തന്നെ അവർക്ക് സുഖം വരുത്തണമെന്നില്ല. നമുക്ക് നാവ് കൊണ്ടും വിരലുകൾ കൊണ്ടും, അതുമാത്രമല്ല അവരെ സ്നേഹിക്കുക, ലാളിക്കുക. അപ്പോൾ ഉണ്ടല്ലോ, ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അവർ സഹിക്കും. ഇനിയിപ്പോൾ നമുക്ക് വരണതിന് മുമ്പ് നമുക്ക് വേഗം വരുന്ന ആളാണെങ്കിൽ അപ്പം തന്നെ കയറ്റരുത്. നാവും കൊണ്ടും വിരലും കൊണ്ടൊക്കെ അവൾക്ക് വരുത്തി കൊടുക്കണം, എന്നിട്ട് കയറ്റി അടിക്കുക. എന്നാൽ അവൾക്കും സന്തോഷമായി. ഇത് നമ്മുടെ ശുക്ലം അടിച്ചൊഴിച്ച് അത് കഴുകാൻ പോകുമ്പോഴൊക്കെ നമ്മളെ ശപിക്കുള്ളൂ. ഈ തെണ്ടി കാരണം ആളെ മെനക്കെടുത്തി. ആണിന് പോയി ഇത് കഴിക്കാൻ മതി, പെണ്ണിന് അങ്ങനെയല്ല. നല്ല വൃത്തിയിൽ അത് കഴുകണമെന്നൊക്കെ പണിയാണ്, നല്ല പണിയാണ്. ആ യോനി പ്രദേശമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ടാസ്ക്കാണ്. അവൾക്ക് സുഖവും കിട്ടിയില്ല. എല്ലാവരും പറഞ്ഞത് അവൾക്ക് തിന്നാൻ കൊടുക്കണല്ലേ, തിന്നാൻ കൊടുത്താൽ മാത്രം പോരാ. അപ്പം ശ്രദ്ധിക്കുക, അടിച്ചു കൊടുക്കാൻ ടൈമിങ് ഇല്ലാത്തവർ കഴിയണതും മറ്റൊരു രീതിയിൽ അവൾക്ക് വരുത്തി കൊടുക്കാൻ ശ്രമിക്കുക, ട്രൈ ചെയ്യുക. ഫസ്റ്റിലൊന്നും ചിലപ്പോൾ അവൾക്ക് വരില്ല. അവൾക്ക് ഓർഗാസം വരുമ്പോൾ അവളങ്ങോട്ട് വെട്ടി വിറക്കും. ആ സ്റ്റേജിൽ അവൾ ഒരിക്കലെങ്കിലും എത്തിച്ചിട്ട് കയറി കളിച്ചോ. അപ്പം തന്നെ ആ മിനിറ്റിൽ ശുക്ലം പോയാലും അവർ വെറുക്കില്ല. മറ്റത് വെറുക്കും, കുളിമുറി എന്നൊക്കെ പ്രാഗുണ്ടാവും ഈ പെണ്ടി കാരണം എന്ന് പറയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നാളത്തെ വീഡിയോ ഇതേ നേരത്ത്, ഇന്നിട്ട് അതേ സമയത്ത് നാളെയും ഉണ്ടാവും ഒരു വീഡിയോ. അപ്പോൾ നമസ്കാരം.